നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മനസ്സ് കളിക്കുന്ന ഒരു കളിയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം. ഡിഫൻസ് മെക്കാനിസം എന്ന ഓമന പേരിലാണ് സൈക്കോളജിയിൽ ഇതറിയപ്പെടുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുരന്തം, ഒരു മരണം, ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിന് പരിണാമത്തിൻ്റെ ഘട്ടത്തിലെവിടെയോ മനുഷ്യൻ കണ്ടെത്തിയ ഒരു എളുപ്പവഴി. പക്ഷേ അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കൽ, വൈകിട്ട് 2 എണ്ണം അടിക്കാതെ ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളത് ജോലിയിലെ സ്ട്രെസ്സോ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ല. ആ സ്വഭാവം ഒരസുഖമായി മാറിക്കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. അക്സെപ്റ്റ് ഇറ്റ്. സേവിങ്സ് പറ്റാത്തത് കണ്ണിൽ കാണുന്നതെല്ലാം ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ്, ഡെയിലി ഫുഡ് വെളിയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ടാണ്. അതാണ് യാഥാർത്ഥ്യം. സിനിമ തുടർച്ചയായി പരാജയപ്പെടുന്നതിൻ്റെ കാരണം പ്രേക്ഷകർ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടല്ല, നിങ്ങൾ അപ്ഡേറ്റ് ആകാത്തത് കൊണ്ടാണ്. ഫാമിലി മൊത്തം ശരിയല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണ്. തേച്ചത് ശരിക്കും അവരല്ല, നിങ്ങളാണ്. ന്യായീകരണം: ഞാൻ മാത്രമല്ല, ക്ലാസ്സിൽ എല്ലാവരും തോറ്റില്ലേ? തിരക്കായതുകൊണ്ടല്ലേ ജിമ്മിൽ പോകാത്തത്? ജനിച്ച രാജ്യം മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത്, ഗ്രൗണ്ടിൽ ക്ലീൻ ബൗൾഡ് ആയതിന് വീട്ടിൽ വന്ന് പെങ്ങളെ തല്ലുക, പരീക്ഷയ്ക്ക് തോറ്റതിൻ്റെ കാരണം ടീച്ചറിൻ്റെ കഴിവില്ലായ്മ. ശരിക്കുള്ള പ്രശ്നം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പ്രശ്നം പകുതി പരിഹരിച്ചു കഴിഞ്ഞു എന്നാണ് പറയാറ്. അപ്പോഴെങ്ങനെ ഫിൽട്ടർ ഇല്ലാത്ത നിങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക.